വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് ചിക്കൻ പാസ്ത എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മളിപ്പോൾ കാണിച്ചത്. ഹായ് ഫ്രണ്ട്സ്, വിവീസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പാസ്തയാണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു കപ്പ് പാസ്ത എടുത്ത് വെച്ചിട്ടുണ്ടേ, അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ പാസ്ത വേവിക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം, കാരണം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണേ. നമുക്കിതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്യാവേ. വെള്ളം അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ടേ. ആ സമയത്തേക്ക് നമുക്ക് ഈ ചിക്കൻ ഒന്ന് മസാല പുരട്ടി വെക്കാവേ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആദ്യമേ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, ഗരം മസാല ഇട്ട് കൊടുക്കാം, ഒരല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാവേ. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിനിമം ഒരു 10 മിനിറ്റെങ്കിലും നമുക്കിത് റെസ്റ്റിന് വെക്കണം. ആ തിളയ്ക്കാൻ വെച്ച വെള്ളം നമ്മൾ വീണ്ടും തിരിച്ചിങ്ങോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അത് തിളച്ച വെള്ളം നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്, നമുക്കിത് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇത് വേവുന്ന സമയം എന്ന് പറഞ്ഞാൽ 6 മിനിറ്റ് മുതൽ 9 മിനിറ്റ് വരെ. ഇതിനിടയ്ക്ക് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടേ, ഇതുണ്ടോ. നമുക്കൊരു അരിപ്പ പാത്രത്തിലോട്ടേ ഊറ്റാവേ. നമുക്കെന്നാൽ ചിക്കൻ അതിൻ്റെ അകത്തിട്ട് പൊരിച്ചെടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാവേ. ചിക്കൻ മുഴുവൻ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് വറുത്തെടുക്കാം അത്രയും പെട്ടെന്ന്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് എല്ലില്ലാത്ത ചിക്കനാണ്. ചിക്കൻ ഒരുപാടങ്ങ് മുരിയുണ്ട് കേട്ടോ. ഒരുപാട് മുരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. ഒരു മീഡിയം. നമ്മൾ ചിക്കനെല്ലാം കോരി എടുത്തിട്ടുണ്ടേ. അന്നേരം കറണ്ട് പോയതുകൊണ്ട് കോരുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പം നമ്മൾ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ. സൺഫ്ലവർ ഓയിലാണേ. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുത്താണേ. അല്പം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് കൊടുക്കാവേ. ഒരു ചെറിയ സവോളയാണേ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാവേ. നമ്മളിത് പാസ്ത വീട്ടിൽ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുത്തേക്കാം. ഇനി ഒരു പകുതി തക്കാളി, ഒരു പകുതി മാഗി ക്യൂബ് ഇട്ട് കൊടുത്തേക്കാം. കറിവേപ്പില, മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, ഈ ചെറിയ സ്പൂണ് കുരുമുളക് പൊടി. നമ്മളിതിനകത്ത് ഗരം മസാലയല്ല, മീറ്റ് മസാലയാണ് ചേർക്കുന്നത്. ഗരം മസാല ചേർക്കുന്നില്ല, ലേശം മീറ്റ് മസാല ചേർക്കുവാണേ. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യട്ടെ. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുകയാണേ. ഇതിലേക്ക് നമുക്കിതിരി മല്ലിയില ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് ചിക്കൻ പാസ്ത എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മളിപ്പോൾ കാണിച്ചത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് അടുത്ത വീഡിയോ കാണാം.